In the last session, we introduced the concept of de Broglie waves, the wavelength associated with a moving body with velocity v and rest mass m0. Lambda can be expressed in terms of its momentum. Lambda de Broglie wavelength lambda is equal to h by p is equal to h by relativistic factor gamma m0 rest mass times v. സോ ഡി ബ്രോഗ്ലിയുടെ പ്രപ്പോസൽ ഇതായിരുന്നു, ഒരു മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ കൂടെ ഒരു വേവ് ഉണ്ടാവും, അതിനൊരു വേവ് നേച്ചർ ഉണ്ടാവും, അതിൻ്റെ വേവ് ലെങ്ത് ആണ് ഡി ബ്രോഗ്ലി പ്രഡിക്റ്റ് ചെയ്തത്, ഹൈപ്പോത്തിസൈസ് ചെയ്തത്. അപ്പോൾ ഇമീഡിയറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ഡി ബ്രോഗ്ലി വേവ്സ് വാട്ട് ഈസ് ദി പീരിയോഡിക്കലി വേരിയിങ് ക്വാണ്ടിറ്റി? നമുക്കറിയാം ഏതൊരു വേവ് എന്ന് പറഞ്ഞാലും സംതിങ് ഈസ് വേരിയിങ് പീരിയോഡിക്കലി. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് വേവ്സിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വാട്ടറിൻ്റെ സർഫസിലുള്ള വേവ് എന്ന് പറഞ്ഞാൽ ആ വാട്ടറിൻ്റെ സർഫസിലെ അതിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എത്ര വാട്ടർ മോളിക്യൂൾസ് റേസ് ചെയ്തു അല്ലെങ്കിൽ എത്ര താഴ്ന്നു, ആ ഒരു ഹൈറ്റാണ് അവിടെ പീരിയോഡിക്കലായിട്ട് വേരി ചെയ്യുന്നത്. പൊസിഷൻ അനുസരിച്ചിട്ടും ടൈമിനനുസരിച്ചും വേരി ചെയ്യുന്ന ഫാക്ടർ ഹൈറ്റാണ്. ഇനി സൗണ്ട് വേവ്സിൻ്റെ കേസിലാണെങ്കിൽ അവിടുത്തെ പ്രഷറാണ്, എയർ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ പ്രഷറാണ് വേരി ചെയ്യുന്നത്. ഇനി ലൈറ്റിനാണെങ്കിൽ മീഡിയം തന്നെ ആവശ്യമില്ല, അവിടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻസ് ആണ്. അപ്പോൾ ഏത് വേവ് എന്ന് നമ്മൾ പറയുമ്പോഴും ആ വേവിൻ്റെ സംതിങ് ഈസ് വേരിയിങ് പീരിയോഡിക്കലി വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് സ്പേസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി ബ്രോഗ്ലി വേവ്സിൽ അതിൻ്റെ വേവ് ലെങ്ത് നമുക്ക് മനസ്സിലായി, പക്ഷേ അവിടെ എന്താണ് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി എന്നുള്ളൊരു കാര്യമാണുള്ളത്. ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്തത് അല്ലെങ്കിൽ അതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തത് മാക്സ് ബോൺ ആണ്. പിന്നീട് അത് ഷ്രോഡിഞ്ചറിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് പല കാര്യങ്ങളും ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പല കാര്യങ്ങളും പ്രോപ്പർട്ടികൾ അത് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. സോ ഇൻ ദ കേസ് ഓഫ് ഡി ബ്രോഗ്ലി വേവ്സ് ദ പീരിയോഡിക്കലി വേരിയിങ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സൈ. വേവ് ഫംഗ്ഷൻ എന്നുള്ളൊരു ക്വാണ്ടിറ്റിയാണ് അവിടെ പീരിയോഡിക്കായിട്ട് വേരി ചെയ്യുന്നത്. നൗ ദിസ് സൈ, ഇനി എന്താണ് നമുക്ക് സൈ എന്താണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദിസ് സൈ ഈസ് റിലേറ്റഡ് വിത്ത് ദി ലൈക്ലിഹുഡ് ഓഫ് ഫൈൻഡിങ് എ ബോഡി. സൈയുടെ മീനിങ് കൊടുത്തത് മാക്സ് ബോൺ ആണ്. അതിന് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ലൈക്ലിഹുഡ് ഓർ പ്രോബബിലിറ്റി. സൈ നോർമലി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് മൂൺസ് 3 സ്പേസ് കോർഡിനേറ്റ്സ് ആൻഡ് ടൈം കോർഡിനേറ്റ്സ്. ഒരു പ്രത്യേക ടൈമിൽ ടൈമിൽ ഒരു പൊസിഷനിൽ എക്സ് വൈ സെഡിൽ ആ ഒരു പെർട്ടിക്കുലറിനെ കാണാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ലൈക്ലിഹുഡ് അവിടെ ആ സമയത്ത് കാണാനുള്ള പ്രോബബിലിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് വേവ് ഫംഗ്ഷൻ റിലേറ്റ് ചെയ്യുന്നത്. ആ വേവ് ഫംഗ്ഷൻ്റെ വേവ് ഫംഗ്ഷനാണ് പീരിയോഡിക്കലായിട്ട് വേരി ചെയ്തിട്ട് ഈ വേവ് ലെങ്ത്തിൽ പറയുന്ന വേവ് ലെങ്ത്ത് വേരി ചെയ്തിട്ട് മാറ്റർ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇത് റിലേറ്റഡ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ റിലേഷൻ എന്നും കൂടിയാണ് നമുക്ക് അറിയേണ്ടത്, എങ്ങനെയാണ് അത് പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സൈ ഇറ്റ് സെൽഫ് ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നതും ഒക്കെ സൈക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് സൈ ഹാസ് നോ ഡയറക്റ്റ് ഫിസിക്കൽ മീനിങ്. സൈ കിട്ടിയതുകൊണ്ട് നമുക്കതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, ആ സൈക്കല്ല അതിൻ്റെ ഫിസിക്കൽ മീനിങ് ഇരിക്കുന്നത്. ബട്ട് മോഡ് സൈ സ്ക്വയർ, ദ സ്ക്വയർ ഓഫ് മോഡുലസ് ഓഫ് സ്ക്വയർ ഓഫ് ദിസ് വേവ് ഫംഗ്ഷൻ gives it is known as probability density. And this determines the probability of experimentally finding a body described by this wave function psi at the point x, y, z at a time t. So this is proportional to mod psi square is proportional to അല്ലെങ്കിൽ probability is proportional to mod psi square. Probability of finding that particle at this position at this time is proportional to mod psi square. അതായത് ഇതാണ് അതിൻ്റെ ഫിസിക്കൽ മീനിങ്. ദ പ്രോബബിലിറ്റി ഓഫ് എക്സ്പെരിമെൻ്റലി ഫൈൻഡിങ് എ ബോഡി ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് വേവ് ഫംഗ്ഷൻ psi at the point x, y, z at the time t is proportional to the value of mod psi square at t. അപ്പോൾ ഇതാണ് അതിൻ്റെ റിലേഷൻ, എക്സാക്ട് റിലേഷൻ. അപ്പോൾ സൈക്ക് ഡയറക്റ്റ് ഫിസിക്കൽ മീനിങ് ഒന്നും ഇല്ല, പക്ഷേ മോഡ് സൈ സ്ക്വയർ ഗിവ്സ് ദി പ്രോബബിലിറ്റി അല്ലെങ്കിൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു, ആ റിലേഷനും കൂടെ നമ്മളിവിടെ സ്പെസിഫൈ ആണ്, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു
മോഡ് സൈ സ്ക്വയർ. സപ്പോസ് ഈ ഒരു പോയിന്റിൽ മോഡ് സൈ സ്ക്വയർ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഇവിടെ കാണാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ഇവിടെ മോഡ് സൈ സ്ക്വയർ കുറവാണെന്ന് പറഞ്ഞാൽ മോഡ് സൈ സ്ക്വയർ ഇവിടെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവിടെ കാണാൻ സാധ്യത കുറവാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മോഡ് സൈ സ്ക്വയർ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും അത് കാണാൻ സാധ്യതയില്ല, അവിടെ ആ പർട്ടിക്കുലർ തന്നെ കാണാൻ സാധ്യതയില്ല. അപ്പോൾ പ്രോബബിലിറ്റി ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഇനി നമ്മൾ വരാൻ പോകുന്നത് പ്രോബബിലിറ്റിയുടെ ഒരു കാര്യമാണ്. നമുക്ക് കൃത്യമായിട്ട് സെർട്ടനിറ്റിയോടുകൂടി പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. പ്രോബബിൾ ഇത്ര ശതമാനം സാധ്യതയുണ്ട്, ഇത്ര ശതമാനം സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷനാണ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പീരിയോഡിക്കലി ക്വാണ്ടി വേരിയിങ് മാറ്റർ വേവ്സിൻ്റെ കേസിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് വരുന്നത്. ഇനി എന്തുകൊണ്ടാണ് സൈക്ക് ഡയറക്റ്റ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല അല്ലെങ്കിൽ സൈക്ക് പ്രോബബിലിറ്റി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മളൊരു വേവ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനൊരു പോസിറ്റീവ് പാർട്ടുണ്ട്, നെഗറ്റീവ് പാർട്ട്. ഇത് മീൻ പൊസിഷൻ 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് പാർട്ടാണ്, ഇത് നെഗറ്റീവ് പാർട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു 0.6 ആണെന്ന് വിചാരിക്കാം. സൈയുടെ വാല്യൂ 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ 0.6 എന്ന് പറഞ്ഞാൽ 60%. അപ്പോൾ ഇവിടെ 60% കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% ഇവിടെ കാണും. 0 എന്ന് പറഞ്ഞാൽ 0% അവിടെ കാണാനേ സാധ്യതയില്ല. ഇനി എന്താണ് നെഗറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ -0.5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പെർസെൻറ്റേജ് മൈനസ് പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നുകിൽ 0ക്കും 1നും ഇടയിലാണ് ഈ പ്രോബബിലിറ്റി നിൽക്കേണ്ടത്. 0 എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല, 1 എന്ന് പറഞ്ഞാൽ 100%. അതിനിടയിലുള്ള അപ്പോസിറ്റ് പ്രോബബിലിറ്റീസാണ് നമ്മൾ 0 to 100% അല്ലെങ്കിൽ 0 to 1 അല്ലെങ്കിൽ 0% to 100% ആണ് പ്രോബബിലിറ്റി നിൽക്കുന്നത്. അപ്പോൾ സൈനെ തന്നെ നമ്മൾ ഈ പ്രോബബിലിറ്റി ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം നെഗറ്റീവ് ക്വാണ്ടിറ്റീസ്, നെഗറ്റീവ് ചില സമയങ്ങളിൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഇപ്പോൾ നെഗറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ മോഡ് സൈ സ്ക്വയർ എടുക്കുന്നത്, അതെപ്പോഴും പോസിറ്റീവായിട്ട് വരാനായിട്ട്. So that is proportional to probability. So that is the physical meaning of physical interpretation of psi. Psi itself has no physical meaning. The probability of experimentally finding a particle at the point x, y, z at the time t is proportional to mod psi square. A large mod psi square means large probability for finding for the presence of that body at that point. A small psi square means a small probability. If mod psi square is 0, that means no probability, no chance to finding that particular at this point. At some points, if mod psi square is 100% means the particle is there itself. വേറെ എവിടെയും നോക്കേണ്ട അവിടെ തന്നെ അത് കാണുന്നുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടായിരുന്നു ലാംഡ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ ലാംഡ h/p, അത് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു മൂവിങ് ബോഡി ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് എക്സാമ്പിൾ ചെയ്തിരുന്നു, അതിൻ്റെ വെലോസിറ്റിയും മാസും അറിയാമെങ്കിൽ ലാംഡ കണ്ടുപിടിക്കാൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ സൈ കണ്ടുപിടിക്കാനായിട്ട് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ കാണും. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് ഇതിന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വേവ് ലെങ്ത്ത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാമെങ്കിലും ഈ വേവ് ഫംഗ്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത് കണ്ടുപിടിക്കുന്ന പല ടെക്നിക്കുകളുമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിനി കാണും അതിൻ്റെ പ്രോബബിലിറ്റി, പല തരത്തിലുള്ള ഇൻഫർമേഷൻ, ഓൾമോസ്റ്റ് എന്താ പറയുക, നമ്മൾ ആ പർട്ടിക്കുലറിനെ കുറിച്ച്, ഇലക്ട്രോൺ ആണെങ്കിൽ ആ ഇലക്ട്രോണിനെ കുറിച്ചുള്ള ഇലക്ട്രോണിൻ്റെ എല്ലാ ബിഹേവിയറും ഈ സൈ സ്ക്വയർ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഈ വേവ് ഫംഗ്ഷനിലുണ്ടാവും. ഇലക്ട്രോണിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഈ വേവ് ഫംഗ്ഷനിലുണ്ടാവും. അതിൽ നിന്ന് പല പ്രോപ്പർട്ടി, അതിൻ്റെ മൊമെൻറ്റം, എനർജി, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേവ് ഫംഗ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം ക്വാണ്ടം മെക്കാനിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേവ് ഫംഗ്ഷനെ സോൾവ് ചെയ്തെടുക്കലാണ്. ഒരു പർട്ടിക്കുലർ കണ്ടീഷനിലുള്ള പാറ്റത്തിൻ്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യലിൽ ഉള്ള ഇതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്തെടുക്കുന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബ്ലം. ആ വേവ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്കൊക്കെ ഡയറക്റ്റ്ലി പോകുന്നതിനേക്കാൾ മുമ്പ് എങ്ങനെയാണ് ഒരു വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ കണ്ടു കഴിഞ്ഞു. ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്ന്. ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വേവ്. എക്സ് ആക്സിസിൽ വൈ ഡയറക്ഷനിൽ വേരി ചെയ്യുന്ന, എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവിനെ ദിസ് ഈസ് എക്സ് ഡയറക്ഷൻ, വൈ ഓഫ് എക്സ് t. അങ്ങനെയാണ്. 1 ഡയമെൻഷണൽ വേവ് ആണെങ്കിൽ നമുക്കതിനെങ്ങനെ എഴുതാം? ഒരു ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ്ങിലെ വേവ് ആണെങ്കിൽ ഒരു സ്ട്രിങ് എക്സ് ആക്സിസിൽ എക്സ് ഡയറക്ഷനിൽ അതിനെ കെട്ടിവെച്ചിരിക്കുകയാണ്, വൈ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ വേവിനെ നമുക്ക് y ഈസ് ഈക്വൽ ടു സം ആംപ്ലിറ്റ്യൂഡ് എ കോസ് 2π/ν, അതിൻ്റെ ഫ്രീക്വൻസി t മൈനസ് എക്സ് ബൈ വെലോസിറ്റി. അതിൻ്റെ വെലോസിറ്റിന് ഞാനൊരു സബ്സ്ക്രിപ്റ്റ് p എന്നും കൂടെ കൊടുക്കുകയാണ്. p ഇനി നമ്മൾ കാണും വി പി ഈസ് ഫേസ് വെലോസിറ്റി. വേവ് സ്പീഡ്, വേവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഫേസ് വെലോസിറ്റി നമ്മൾ പറയും. വി പി ഈസ് വേവ് സ്പീഡ് ഓർ ഫേസ് വെലോസിറ്റി.
ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി. നൗ യൂസിങ് ദിസ് റിലേഷൻ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതാം. യൂസിങ് ദി റിലേഷൻ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ടൈംസ് ലാംഡ, ഓർ ഐ ക്യാൻ റൈറ്റ് 1/λ ഈസ് ഈക്വൽ ടു ന്യൂ ബൈ വി പി. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് എ കോസ് 2π, ന്യൂനെ ഞാൻ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊണ്ടുപോവാണ്. സോ ഫസ്റ്റ് ടൈം ഈസ് ന്യൂ ടി മൈനസ് എക്സ് ന്യൂ ബൈ വി പി. സോ ദിസ് ഈസ് ഈക്വൽ ടു 2π, സോറി, a cos 2π nu t minus nu by vp. Nu by vp is 1/λ. So this is x by lambda. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അതിൽ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസിയുടെയും വേവ് നമ്പറിൻ്റെയും ടൈമിൽ എഴുതായിരിക്കും കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. സോ വി ഹാവ് ദീസ് റിലേഷൻസ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2π ന്യൂ ആൻഡ് വേവ് വെക്റ്റർ ഓർ വേവ് നമ്പർ k ഈസ് ഈക്വൽ ടു 2π/λ. ആംഗുലർ ഫ്രീക്വൻസി വേവ് നമ്പർ. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് y ഈസ് ഈക്വൽ ടു എ കോസ് 2π, ഈ 2πനും കൂടെ ബ്രാക്കറ്റിൽ കൊണ്ടുപോകണമെങ്കിൽ 2π ന്യൂ ഈസ് ഒമേഗ ടി മൈനസ് ദെൻ ഇവിടെ വരുമ്പോൾ 2π/λ ഈസ് k ഇൻറ്റു kx. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമുലയാണ് ഇനി നമുക്ക് അടുത്ത വേവിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്തിട്ട് ഇവിടെ കെ എക്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഒരു വേവ് സ്ട്രിങ് എക്സ് ഡയറക്ഷനിൽ കെട്ടിയിരിക്കുന്നു, വൈ ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. 1 ഡയമെൻഷണൽ കേസാണ്. ഇനി 3 ഡയമെൻഷൻ ആകുമ്പോൾ ആകെ വരുന്ന ചേഞ്ച് കെ എക്സിന് പകരം വേവ് വെക്റ്റർ കെ ഡോട്ട് എക്സിന് പകരം ജനറൽ പൊസിഷൻ വെക്റ്റർ ആർന്ന് വരും, കെ ഡോട്ട് ആർന്ന് വരും 3 ഡയമെൻഷനിൽ വരുമ്പോൾ. അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നുള്ളൂ. കെ എക്സ് എന്നുള്ളതിന് പകരം കെ ഡോട്ട് ആർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഒരു വേവിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ജനറലി ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ നമുക്കറിയാം ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എ കോസ് ഒമേഗ ടി മൈനസ് കെ എക്സ്. ജനറലി ആർബിട്രറി ഡയറക്ഷനിലാണെങ്കിൽ 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ കെ എക്സിന് വരും കെ ഡോട്ട് ആർ വരും. അത്രയാണ് വ്യത്യാസമുള്ളൂ.